നമുക്ക് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറൈറ്റി രീതിയിലൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. എന്നും നമ്മൾ കറി വെക്കുക, പൊരിക്കുക അങ്ങനെയൊക്കെയാണല്ലോ. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അയില ഒന്ന് മുറിച്ച് കഴുകി വരാം. അപ്പോൾ അതാ നമ്മൾ അയില നന്നായിട്ട് മുറിച്ച് കഴുകി വരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി അധികമൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിലേക്ക് അയില ഇട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക കേട്ടോ. മസാലയൊക്കെ നല്ലോണം തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ചേരുവകളൊക്കെ തയ്യാറാക്കാം. അപ്പോഴേക്ക് ഇതൊന്ന് നന്നായിട്ട് മസാലകളൊക്കെ ഈ മീനിലൊന്ന് പിടിച്ച് വരട്ടെ കേട്ടോ. ഇനി നമുക്കൊന്ന് കൊച്ചുള്ളിയൊക്കെ നന്നാക്കി എടുക്കാനുണ്ട്. ഇനി നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുകയാണേ. പിന്നെ അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ഇട്ട് ഒന്ന് വഴറ്റാൻ പോവുകയാണേ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു ചെറിയ ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതേ തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാല തേച്ച് വെച്ച അയില കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം തൂക്കി കൊടുക്കാം. ഇങ്ങനെ വെച്ചാൽ മതി, തട്ടിക്കട്ടിക്ക് വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇതിലേക്ക് നമ്മളൊരു വാഴയില വെച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു വിസിൽ വന്നാൽ മതി, ലോ ഫ്ലെയിമിലാണേ. അപ്പോൾ അതേ ഒരു വിസിൽ വന്നിട്ടുണ്ട്, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണേ. അപ്പോൾ അതേ ഒരു വിസിൽ വന്നിട്ടുണ്ട്, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണേ. അപ്പോൾ അതേ ഒരു വിസിലടിച്ചിട്ട് അത് വെന്തിട്ടുണ്ട്. നമ്മൾ ഇല മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മളിത് എന്ത് ചെയ്യുക, മറച്ചിട്ടിട്ട് ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മൾ മറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ലോണം കുറച്ച് വെള്ളമുണ്ട്, അത് ഞാൻ വറ്റിക്കുന്നില്ല. ഇത് വെള്ളം ആവശ്യമില്ലാത്തവർക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കാണുന്ന പോലെ തന്നെ നല്ല സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനൊന്ന് മറച്ചിട്ടിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കുന്ന വരെ, ഒന്ന് ചൂടാവുന്ന വരെ ഫ്ലെയിം ഓൺ ആക്കി വെക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ചാറ് അതിൽ തന്നെ നിന്നോട്ടെ. ഇച്ചിരി ഗ്രേവി ഉണ്ടാകുന്ന നല്ല ടേസ്റ്റാണ്. നല്ല പുളി വെള്ളത്തിൻ്റെ ടേസ്റ്റ്, നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറും മുളക് പൊടീൻ്റെ ഒരു എല്ലാം കൂടി ചേർന്ന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം. അടിപൊളി കുക്കർ അയില വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു പറയും. താങ്ക് യു.